സാധാരണക്കാരുടെ ഓണച്ചെലവുകൾക്ക് തിരിച്ചടി. വസ്ത്രവിപണിയിൽ വൻ വിലക്കയറ്റം. അടിവസ്ത്രങ്ങൾ, നൈറ്റ് വെയറുകൾ, ടീഷർട്ടുകൾ, കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയ്ക്ക് രാജ്യവ്യാപകമായി 5% വില വർദ്ധിപ്പിക്കാൻ തീരുമാനം. കഴിഞ്ഞ 3 മാസത്തിനിടെ അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടായ വൻ വർധനവാണ് ഈ പ്രതിസന്ധിക്ക് കാരണം. ഓണാഘോഷത്തിന് ഓണക്കോടി ഒഴിവാക്കാനാകുമോ അല്ലേ? നാടും നഗരവും ഇന്ന് ഒരുപോലെ ആഘോഷ ലഹരിയിൽ ഒഴുകുകയാണ്. പൂക്കളവും വിഭവസമൃദ്ധമായ സദ്യയും ഓണക്കോടികളുമൊക്കെ ഒരുക്കാനായി വീണ്ടും ഒരു പൊന്നോണക്കാലം എത്തിയിരിക്കുന്നു. പൊന്നിൻ കസവുള്ള സെറ്റ് സാരിയിൽ തുടങ്ങി ഓരോ ഓണക്കാലത്തും ട്രെൻഡുകൾ മാറി വരുന്നുണ്ട്. എന്നാൽ ചിലരാകട്ടെ ഫാഷൻ എത്ര തന്നെ മുന്നോട്ടു പോയാലും ഓണമെന്നും തനിമയുടെയും പാരമ്പര്യത്തിന്റെയും രീതിയിൽ ആഘോഷിക്കുന്നവരാണ്. പക്ഷേ ഇത്തവണ എല്ലാവർക്കും ഓണക്കോടിയില്ലാതെ ഓണം ആഘോഷിക്കേണ്ടി വരും. കാരണം പൊള്ളുന്ന വിലയാണ് വസ്ത്രങ്ങൾക്ക്. അതെ, കേരളത്തിൽ ഓണക്കാലം സജീവമായതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ഓണച്ചെലവുകൾ കുതിച്ചുപായുകയാണ്. ഇതിനിടയിൽ ഇപ്പോഴിതാ തിരിച്ചടിയായി വസ്ത്രവിപണിയിലും വലിയ വിലക്കയറ്റം രേഖപ്പെടുത്തുന്നു. എന്തിന്? അടിവസ്ത്രങ്ങൾ, നൈറ്റ് വെയറുകൾ, ടീഷർട്ടുകൾ, കുഞ്ഞുകുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയ്ക്കെല്ലാം വലിയ തോതിലാണ് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത്. രാജ്യവ്യാപകമായി 5% വില വർദ്ധിപ്പിക്കാനാണ് സിമ തീരുമാനിച്ചിരിക്കുന്നത്. വില കൂട്ടാൻ കാരണം ഉൽപാദന ചെലവിലെ കുതിച്ചുചാട്ടമെന്നാണ് അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ 3 മാസത്തിനിടെ അസംസ്കൃത വസ്തുക്കളുടെ വിലയിലുണ്ടായ വർധനവും പ്രതിസന്ധിക്ക് ആക്കം കൂട്ടി. പരുത്തി വില ഒരു ക്യാൻഡിക്ക് 74,000 രൂപയായി ഉയർന്നപ്പോൾ ഹോസിയറി നൂൽവില കിലോയ്ക്ക് 70 രൂപ വരെയാണ് വർദ്ധിച്ചത്. കൂടാതെ തൊഴിലാളികളുടെ കൂലി, ഡൈയിങ്, ഇലാസ്റ്റിക്, പ്രോസസ്സിംഗ്, തുന്നൽ, ഗതാഗതം തുടങ്ങിയ മേഖലകളിലെല്ലാം ചിലവ് ഇരട്ടിച്ചു. അങ്ങനെ മൊത്തം ഉൽപാദന ചെലവ് 20% വർദ്ധിച്ചതായും കണക്കുകൾ പറയുന്നു. ആദ്യം 10% വില കൂട്ടുക എന്നതായിരുന്നു. എന്നാൽ വിപണിയിൽ ആവശ്യക്കാർ കുറഞ്ഞതോടെ ഇത് മുഴുവനായി ഉപഭോക്താക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് കണ്ടാണ് മാറ്റം വരുത്തിയത്. പിന്നീട് അത് 5% ചുരുക്കുകയായിരുന്നു. ഇത്തരത്തിൽ വില കൂടാൻ കാരണം നൂലുകളെല്ലാം വിദേശത്തേക്ക് വൻതോതിൽ കയറ്റുമതി ചെയ്യുന്നതുകൊണ്ടാണെന്ന് നിർമ്മാതാക്കൾ പറയുന്നു. തമിഴ്നാട്ടിലെ തിരുപ്പൂർ കേന്ദ്രീകരിച്ചുള്ള നെയ്ത്ത് വ്യവസായത്തെയും ഈ പ്രതിസന്ധി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.